ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പനി, ജലദോഷം പോലുള്ള അസുഖങ്ങൾക്കൊരു പ്രതിവിധിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലെച്ചൂസ് വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ചെറിയൊരു സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്. അത് അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ ഇങ്ങനെ വിജയദശമിയുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ്. എങ്കിലും നിങ്ങൾക്കത് ക്ലിയറായിട്ട് കേൾക്കാം, ഞാൻ പറയുന്നത് ക്ലിയറായിട്ട് കേൾക്കാം. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിരന്തരമായിട്ടുണ്ടാകുന്ന പനി, ജലദോഷം പോലുള്ള അസുഖങ്ങൾ അത് മാറാതെ നിൽക്കുകയാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആൻറ്റിബയോട്ടിക് കൊടുക്കും, വീണ്ടും അതിൻ്റെ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അവർക്കിതുണ്ടാവും. അപ്പോൾ ഈ പല പാരൻസിനും അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തതുണ്ട്. അപ്പോൾ എനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മൂത്ത മകനുണ്ടായിരുന്ന സമയത്ത് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫുള്ള് മെഡിസിനെയാണ് ആശ്രയിച്ചത്. ഒരു 5 വയസ്സ് വരെയും ഇവനിങ്ങനെ കണ്ടിന്യൂസ് ജലദോഷം വരും. പക്ഷേ എൻ്റെ മോൾക്ക് അതുണ്ടായില്ല. അപ്പോൾ അതിനെന്താണോ ഞാൻ ചെയ്തത് അതാണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഹെൽത്ത് മിക്സ് വലിയൊരു ആശ്വാസമാണ് എൻ്റെ ആമിയെ സംബന്ധിച്ചിടത്തോളം. കാരണം അവൾക്ക് 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴൊക്കെ ചെറുതായിട്ടൊന്ന് ജലദോഷമോ പനിയൊക്കെ ഒന്ന് വന്ന് പോവാറേ ഉള്ളൂ. അത് ഞാൻ പലപ്പോഴും ഈ ഹെൽത്ത് മിക്സ് ഇങ്ങനെ ഇടയ്ക്കൊന്ന് നിർത്തി സ്റ്റോപ്പ് ചെയ്ത് വെക്കും. എല്ലാ ദിവസവും കൊടുക്കുമ്പോൾ മൂക്കതൊരു മടുപ്പായിട്ട് അതിങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് മാത്രം ജസ്റ്റ് ഒരു ജലദോഷമോ പനിയോ വരും, അല്ലെങ്കിൽ കൂടുതൽ തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കുക മാത്രം. അപ്പോൾ പലപ്പോഴും നമ്മുടെ പാരൻസ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ സെർലാക്ക് പോലുള്ള ഫുഡുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്, നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം നമ്മൾ ഹെൽത്ത് മിക്സിൻ്റെ പൗഡർ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് അമൃതം പൊടി അങ്ങനെ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഹെൽത്ത് മിക്സിൽ കിട്ടുന്ന ഇത്രയും അധികം ധാന്യങ്ങൾ ചേർന്നിട്ട് വരുന്ന ഈ ഒരു ഗുണം, അല്ലെങ്കിൽ ഈ ഒരു പ്രതിരോധ ശേഷി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ ഹെൽത്ത് മിക്സിൽ നിന്നാണ്. അത് നിങ്ങൾ ഏത് കമ്പനിയോ ഏത് ബ്രാൻഡോ ഏതോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഈ മില്ലറ്റ്സുകളെല്ലാം കുഞ്ഞിൻ്റെ ഉള്ളിൽ ഒരു നേരം എത്തണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കത് കുറുക്കായിട്ടോ ദോശയുടെ കൂടെയോ, കുറുക്ക് കുടിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ദോശയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയൊക്കെ നമുക്കത് ആഡ് ചെയ്ത് നമുക്കത് കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു നേരം നമ്മളത് കൊടുക്കാം. പിന്നെ അധികം തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കാതിരിക്കുക, ചെറിയ ഒരു തണുപ്പ് മാറിയ വെള്ളത്തിൽ കുളിപ്പിക്കുക. അപ്പോൾ ഈ 2 കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മുടെ കുഞ്ഞുങ്ങളുടെ അസുഖം നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവർക്ക് കറക്റ്റായിട്ടുള്ള വെയിറ്റ് കൺട്രോൾ ചെയ്ത്, ഒരുപാട് വലിയ ഫാറ്റി ആക്കാതെ നമുക്ക് കറക്റ്റായിട്ടുള്ള വെയിറ്റും കൺട്രോൾ ചെയ്യാം. അസുഖങ്ങൾ വരാതെ നമുക്കതിനെ പ്രതിരോധിക്കുകയും ചെയ്യാം. അപ്പോൾ വലിയൊരു ഇതാണ് നമുക്ക് ഈ ഒരു സംഭവം, ഈ ഒരു കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പിന്നെ തിരക്കുള്ള പാരൻസ് ഉണ്ട്. അപ്പോൾ ആരാണോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് അവരത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എൻ്റെ മോളെ സംബന്ധിച്ചിടത്തോളം മോനുണ്ടായിരുന്ന അതേ പ്രകൃതമാണ് മോളും. പക്ഷേ മോനെ പോലെ അസുഖങ്ങളിലേക്ക് അവൾ എത്തുന്നില്ല. കാരണം ഈ ഒരു ഹെൽത്ത് മിക്സിൻ്റെ ഈ ഒരു പൗഡർ ഞാൻ കൊടുത്തു തുടങ്ങിയതിന് ശേഷം എൻ്റെ കുഞ്ഞിന് അങ്ങനെ ഒരു പ്രശ്നം ദൈവം സഹായിച്ചുണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളും ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ലോസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, നിരന്തര അസുഖങ്ങൾ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് പേരത് പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. എന്നും ഹോസ്പിറ്റലിൽ പോവുക, എന്നും ഡോക്ടേഴ്സിന് പൈസ കൊടുക്കുക, എന്നും മെഡിസിൻ വാങ്ങുക. ഒരുപക്ഷെ ഒരു പകുതിയോളം മെഡിക്കൽ സ്റ്റോർ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവും. ഈ അസ്താലിനും ലിവോളിനും ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ വാങ്ങുന്നുണ്ടാവും. പക്ഷെ അതൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ ഇപ്പോൾ ആമിയെ വെച്ച് നോക്കുമ്പോൾ ആമിക്ക് ഞാൻ വളരെ കുറച്ച് മെഡിസിൻസ് മാത്രമേ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളൂ, പനി, ജലദോഷം പോലുള്ള അസുഖങ്ങൾക്ക്. കാരണം ഹെൽത്ത് മിക്സ് നല്ലവണ്ണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശേഷി ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ പാരൻസ് അത് മാക്സിമം അത് സപ്പോർട്ട് ചെയ്യാം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്നെപ്പോലെ തന്നെയുള്ള ഒരുപാട് അമ്മമാരിത് കേൾക്കുന്നുണ്ടാവും, കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതൊരു ഉപകാരപ്രദമായൊരു വീഡിയോ ആണെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. നല്ല കമൻറ്റുകൾ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ കുഞ്ഞുങ്ങൾക്ക് അതൊന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ എനിക്കും അത് വലിയൊരു ആശ്വാസമായിരിക്കും. നിങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എനിക്കും പഠിക്കാൻ പറ്റും. അപ്പോൾ എനിക്കുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഞാൻ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ വലിയൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളത് പറ്റുമെങ്കിൽ മാക്സിമം ചെയ്തു നോക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളൊരു കുറച്ച് സമയം മാറ്റിവെക്കുക. നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം അതായിരിക്കും. ഓക്കെ.